നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി കേസ് അതിനിർണായകമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. കരിമണൽ കമ്പനിയായ CMRL നിന്ന് യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി പണം വാങ്ങിയെന്ന കൈക്കൂലി ആരോപണത്തിൽ തുടങ്ങിയ എക്സാലോജി കേസ് ഇപ്പോൾ അതിർത്തി കടന്നുള്ള വിദേശ കള്ളപ്പണ വെളുപ്പിക്കലിലേക്കും ഹവാല ഇടപാടുകളിലേക്കും നീളുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളിൽ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭരണകൂടത്തിന്റെയും CPM-ന്റെയും ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ വസതിയിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ED പിടിച്ചെടുത്ത കയ്യെഴുത്ത് കുറിപ്പുകളാണ് ഈ കേസിന്റെ ഗതി പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസം 27-ന് വീണയുടെ കേന്ദ്രങ്ങളിൽ ED നടത്തിയ മിന്നൽ റെയ്ഡിലാണ് കേസിൽ വൻ വഴിത്തിരിവായ ആ ഡയറിയും കയ്യെഴുത്ത് രേഖകളും പിടിച്ചെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ CMRL നിന്ന് എക്സാലോജി കൈപ്പറ്റിയ 2.5 കോടിയോളം രൂപയുടെ വ്യാജ കൺസൾട്ടൻസി പേയ്മെന്റുകളെ കുറിച്ചായിരുന്നു അന്വേഷണമെങ്കിൽ ഡയറി പരിശോധിച്ച ED ഉദ്യോഗസ്ഥർ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കണ്ടെത്തുന്നത്. CMRL നിന്ന് ലഭിച്ച ഔദ്യോഗിക തുകയേക്കാൾ വളരെ ഭീമമായ ഇടപാടുകളാണ് വീണയുടെ സ്വന്തം കൈപ്പിടിയിലുള്ള ഡയറിയിലുള്ളത്. ഏകദേശം 20 കോടിയിലധികം രൂപയുടെ പണമിടപാടുകളാണ് ഇതിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരം ഏകദേശം 3.49 ലക്ഷം UAE ദിർഹം, അതായത് 85 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ ദുബായിലേക്ക് കൈമാറി എന്ന് വ്യക്തമാക്കുന്ന വിദേശ പണമിടപാടുകളുടെ രേഖകളാണ്. അറിയപ്പെടുന്ന വരുമാന മാർഗങ്ങൾക്ക് അപ്പുറത്തുള്ള തുക കൈകാര്യം ചെയ്ത് ഹവാല ചാനലുകൾ വഴിയാണെന്നാണ് ED വിലയിരുത്തുന്നത്. ഈ പണം ദുബായിൽ ആർക്കാണ് കൈമാറിയത്, എന്തിനാണ് വിദേശത്തേക്ക് കടത്തിയത് എന്നൊക്കെ അറിയാൻ അന്വേഷണം ദുബായിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് ED. ഇതിന്റെ ഭാഗമായി വിദേശ നാണ്യ വിനിമയ നിയമം അഥവാ ഫെമ കൂടി ചുമത്തി കേസെടുക്കാനും വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ദീർഘനേരം ചോദ്യം ചെയ്യാനും ED നീക്കം ഊർജിതമാക്കി. കോഴിക്കോട്ട് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും കേന്ദ്രങ്ങളിൽ ED നടത്തിയ അപ്രതീക്ഷിത പരിശോധനകൾക്ക് പിന്നിലും ഈ ഹവാല ബന്ധങ്ങളുടെ വിവരങ്ങളാണുള്ളത്. SFIO നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ CMRL 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ ഉണ്ടാക്കി പ്രമുഖർക്ക് കൈക്കൂലി നൽകിയതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിഹിതമായ എക്സാലോജിക് വാങ്ങിയ തുകയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്തിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനി വഴി 50 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയതിന്റെ രേഖകളും ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കാതിരുന്നിട്ടും വീണ്ടും വീണ്ടും തുകകൾ എക്സാലോജിക്കയിലേക്ക് ഒഴുക്കിയത് കേവലം ബിസിനസ് ഇടപാടല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ച് വാങ്ങിയ അഴിമതി പണമാണ് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ വ്യാജ സിം കാർഡുകളും വൈഫൈ റൂട്ടറുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി EDക്ക് ലഭിച്ചതോടെ ഗൂഢാലോചന പൂർണ്ണമാവുകയാണ്. കേവലം മകളുടെ ബിസിനസ് പരാജയമോ വ്യക്തിപരമായ ആരോപണമോ ആയി ഇതിനെ കണ്ട് മാറി നിൽക്കാൻ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല. എന്നാൽ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭീമമായ തുകയും വിദേശത്തേക്ക് കടത്തിയ ഹവാല പണവും ആരുടെ സംരക്ഷണയിലാണ് ഉണ്ടായതെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ കുടുങ്ങുന്നത് വീണ വിജയൻ മാത്രമായിരിക്കില്ല. ഭരണ നേതൃത്വത്തിന്റെ തണലിൽ ഇതെല്ലാം കണ്ടുനിന്ന പിണറായി വിജയൻ കൂടിയാണ് നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരിക.